ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക്, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലും, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലും അവരെന്തിനാണ് നിങ്ങളെ വിട്ടിട്ട് പോയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് മാസ്റ്റർ കാർഡ്, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എങ്കിലും അവർ നിങ്ങളെ വിട്ടിട്ട് പോയി. അതെന്തായിരിക്കും കാരണം എന്നുള്ളതാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പേടിയും സംശയവും അതുപോലെ ഓവർ തിങ്കിങ്, കൺഫ്യൂഷൻ ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഫീലിങ്സുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരുടെ മനസ്സിൽ കുറച്ച് പേടിയുണ്ട്, പല കാര്യങ്ങളിലും അവർക്ക് സംശയമുണ്ട്. പിന്നെ അതെല്ലാം കൂടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ നിങ്ങളെ സ്നേഹിച്ചാലും അവരുടെ ഒരു സ്വന്തം ഇൻസെക്യൂരിറ്റീസ് അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. ചൈൽഡ്ഹുഡിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമാസിൽ നിന്നുള്ള ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും കുറേ ഇൻസെക്യൂരിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം അവർ വ്യക്തമായിട്ട് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ, അവരിൽ തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. അവരുടേതായ കുറേയേറെ പ്രശ്നങ്ങൾ കൊണ്ട് അവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് കുറേ ഡൗട്ട്സുകളും ഓവർ തിങ്കിങ്ങുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ വരുന്നത് 5 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഇതൊരു അവരുടെ ഉള്ളിൽ അവരെ തന്നെ അവർ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒന്നാമതായി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു മികച്ചതായിട്ട് നിൽക്കണം എന്നൊരു മനോഭാവം ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഈഗോസ് ഒക്കെ, നല്ല രീതിയിൽ ഈഗോസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈഗോ ക്ലാഷസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഇമോഷണലി ഒത്തിരി അവരെ തളർത്തി കളയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരെപ്പോഴും ഒന്നാമതായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ തർക്കിച്ച് ജയിക്കാൻ, അവർ പറയുന്ന കാര്യങ്ങളിൽ വിജയിക്കാനായിട്ടൊക്കെ അവർ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്തിട്ട് വളരെയധികം തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലും ഇതൊക്കെ തന്നെ വന്നിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ എടുത്ത് ചാടി ഇങ്ങനത്തെ ഒരു മനോഭാവമൊക്കെ കാണിക്കുമെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓവറായി പോയി, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമായി പോയി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് ഇമോഷണലി അവരെ പലപ്പോഴും തളർത്തുന്നുമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് അതിനുശേഷം വരുന്നത്. അപ്പം ഒരു നിങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്, അവർ പോകുന്നത് ഒരു സ്നേഹമില്ലാത്തതിനാൽ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളെ ഒഴിവാക്കാൻ തീരുമാനം എടുത്ത് അവർ പോകുന്നത് ഒരു സ്നേഹമില്ലാത്ത, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒട്ടും സ്നേഹമില്ല, നിങ്ങളെ വെറുത്തു പോയി എന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു 8 ഓഫ് കപ്സ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒന്ന് ശാന്തി കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ. നമ്മൾ പറയില്ലേ, എനിക്ക് നീയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വൈബ് നഷ്ടപ്പെട്ടതുപോലെ ഒരു അവസ്ഥ. എന്നാൽ ആ ഒരു പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എന്തോ ഒന്ന് അവിടെ മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ്. അത് ചിലപ്പോൾ നമ്മൾ കുറേ നാളുകൾ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ഒരു ഡിറ്റാച്ച്മെന്റ് അവിടെ വന്നു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ ഡിറ്റാച്ച്മെന്റ് വരുന്നതായിരിക്കും. എന്താണെങ്കിലും പലർക്കും പല കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് അവർക്ക്
കുറേയേറെ ഒരു കംപ്ലീറ്റ്നെസ് നിങ്ങളോട് ഒപ്പം പോകുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് അവർക്ക് ഫസ്റ്റ് തോന്നിയത്. അതിനുശേഷം ഒരു സമാധാനം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മനസ്സിനൊരു സമാധാനം വേണം, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഒന്ന് മാറി നിൽക്കാം എന്ന രീതിയിൽ നിങ്ങളെ ഒഴിവാക്കി പോകാം എന്ന് അവർ ചിന്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സ്നേഹവും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് വീണ്ടും നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം അവിടെ തന്നെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഒഴിവാക്കി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമായിരിക്കാം. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ കുറേ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ചുറ്റും നിൽക്കുന്ന ആളുകളോ മറ്റുള്ള ആളുകളോ ഒക്കെ തുടരെ അതായത് ചിലർക്കൊക്കെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ലൊരു രീതിയിൽ നല്ല രസത്തിലൊക്കെ പോയതിനു ശേഷം നമ്മളിപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇപ്പോൾ ഈ ഒരു പേഴ്സൺസ് ഒരു പ്രശ്നം, നിങ്ങളെ പേഴ്സണോ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളിലേക്ക് കയറി വരികയും അത് നമ്മൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതൊന്ന് സോൾവ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അടുത്തൊരു പ്രശ്നം വരും. അപ്പോൾ പലരും പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കും, നമ്മളൊരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ നമ്മളൊരു സമാധാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചില ആളുകളാണെങ്കിലും മനസ്സിലിങ്ങനെ നമ്മൾ ചിന്തിക്കും, അടുത്തത് ഇനി നെക്സ്റ്റ് എന്താണോ വരാനുള്ളത് എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ തുടരെ പ്രശ്നങ്ങൾ വരിക, നമ്മൾ അതായത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നു, ആ ഒരു അവസ്ഥ വരെ എത്തുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എവിടെയോ ഒരു വൈബ് നഷ്ടപ്പെട്ടു. ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ തോന്നിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് അവർ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് തീരുമാനമെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളല്ലാതെ കൂടുതൽ റിലേഷൻഷിപ്പുകൾ, അതായത് എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പുകൾ പോലെയല്ല, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിലുള്ള ആളുകളോട് ഒത്തിരി കടപ്പാടുള്ള വ്യക്തികളായിരിക്കാം. അപ്പം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാനോ ഒന്നും കഴിയാത്ത ആ രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ ഒക്കെ ആയിരിക്കാം. അപ്പം എന്താണെങ്കിലും കുറേ ഉത്തരവാദിത്തങ്ങളും സംഭവങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പും തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒത്തിരി പ്രശ്നങ്ങൾ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ വളരെയധികം ഡീപ്പ് ഒരു ഇമോഷണലി ആ ഒരു സ്നേഹത്തിന്റെ ഒരു വശം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ്, വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ പ്രാക്ടിക്കൽ വൈസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഗം നമ്മളിവിടെ നോക്കിയിട്ടില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം രണ്ടുപേരും കൂടെ വരുമ്പോൾ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൊതുവെ സമാധാനം നഷ്ടപ്പെടുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ആൻസൈറ്റിയിലേക്ക് പോകുന്നു, ടെൻഷനിലേക്ക് പോകുന്നു. ഈ ഒരു പേഴ്സണും ആ ഒരു രീതിയിലേക്കൊക്കെ പോയി. അപ്പോൾ അവർക്ക് ഇപ്പുറ സൈഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലാതെ അവർക്കൊരു ലൈഫുണ്ട്, അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജോബ് വൈസ്, കരിയർ വൈസ് ടെൻഷനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തങ്ങളിലൊക്കെ കുറച്ച് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന പ്രഷർ കാരണം അവർക്ക് ഈ ഒരു അവരുടെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു ഉത്തരവാദിത്തങ്ങളും ഈ റിലേഷൻഷിപ്പും തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റാതെ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കി പോകാൻ ഒരു കാരണം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും ആലോചിക്കാതെ എടുത്ത ഒരു സഡൻ ഡിസിഷൻ ആണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു നിങ്ങളെ ഉപേക്ഷിച്ച് പോകാം എന്നൊരു തീരുമാനം, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും
പെട്ടെന്ന് തന്നെ അവരെടുത്ത ഒരു തീരുമാനമായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. പിന്നീട് അവർക്ക് തന്നെ ഇതൊരു വളരെ വിഷമമായിട്ട് തോന്നി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. അവർ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പറയാനുള്ളതൊക്കെ പറയും. അത് പറഞ്ഞതിന് ശേഷം ഈ ഒരു പേഴ്സൺ തന്നെ ചിന്തിക്കും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അത് അവരുടെ ഒരു ബേസിക് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നപ്പോഴും അവരത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം വേണം, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട്, പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അതുകൊണ്ട് അതിൽ നിന്ന് സ്കിപ്പ് അടിച്ചു പോകാൻ വേണ്ടിയിട്ട് അവരന്ന് ജസ്റ്റ് ഒഴിവാക്കി മാറി. അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വളരെയധികം വിഷമം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 ഓഫ് കപ്സിന്റെ ഒരു എനർജി നെക്സ്റ്റ് വരുന്നത്. ഇമോഷണലി ഇവരൊട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോഴെന്നുള്ളതാണ് 4 ഓഫ് കപ്സ് നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹം, ആ ഒരു സമയത്ത് നിങ്ങൾ നൽകിയ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കെയറിങ്ങും അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്നേഹ പ്രകടനങ്ങളോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടേതായ ഓവർ തിങ്കിങ്ങിൽ, അവരുടേതായ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ്ങിലൊക്കെ അതിലായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത്. നിങ്ങളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ നൽകിയിരുന്ന ആ ഒരു നല്ല വശം ഉണ്ടല്ലോ, നല്ലൊരു സ്നേഹവും കെയറിങ്ങും ഒക്കെ നൽകിയിരുന്ന ആ ഒരു വശം അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അല്ലാതെ നിങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഈ ഒരു പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്തതും അതിനെക്കുറിച്ചാണ് ഇവർ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ആ ഒരു വശങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളൊരു സ്നേഹം നൽകിയ നിങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അത് ഇവർക്കൊരു ഇമോഷണൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സമയവും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത അതിൽ അവർ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് നമുക്ക് വരുന്നുണ്ട്. പ്രശ്നങ്ങളെ ഓരോ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ അവർ സ്കിപ്പ് അടിച്ചു പോയെന്ന്. അപ്പൊ അത് തന്നെയാണ് വീണ്ടും വരുന്നത്. ഒഴിവാക്കി മാറ്റണം അല്ലെങ്കിൽ നേരിടാൻ, ആ ഒരു പ്രശ്നങ്ങളെ നേരിടാൻ അവർക്കൊരു പേടി. നമ്മൾ ഫസ്റ്റ് കാർഡ് കണ്ടു, മൂൺ കാർഡ്, അതൊക്കെ ഇതുമായിട്ട് യോജിച്ച് നോക്കുമ്പോൾ അവർക്കൊരു പേടിയാണ്. ആ ഒരു പ്രശ്നങ്ങളെ നേരിടാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളത് നേരിടാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറി പോയിട്ട് അത് പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് എന്തിലേക്ക് തന്നെ വരണം, അങ്ങനെ വിചാരിക്കുന്ന വ്യക്തികളാണ്. ഞാനായിട്ട് ഇറങ്ങി അതിനകത്ത് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. ഞാനിങ്ങനെ സ്കിപ്പ് അടിച്ചു പോകും. എനിക്കിതൊന്നും വെക്കാനോ വഴിയേക്കാനോ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാനോ വിഷമിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കും. പക്ഷെ ആരെങ്കിലുമൊക്കെ വന്നതൊന്ന് സോൾവ് ചെയ്ത് എൻ്റെ കൊണ്ട് നല്ല നൈസായിട്ട് തേച്ച് മിനിക്ക് തരുവാണെങ്കിൽ ഞാനത് ഓക്കെ കൊണ്ടുപോയിക്കോളാം, ആ ഒരു രീതിയിൽ ചിന്തിക്കും. അപ്പൊ ജസ്റ്റ് മാറി നിൽക്കുന്നു. പ്രശ്നങ്ങളെ ഇതിപ്പോ ഈ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരിട്ടൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് പോകുന്നതിന് പകരം അവരത് അവോയ്ഡ് ചെയ്ത് നിങ്ങളെ തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്. അതൊരു അവരവരെ തന്നെ സ്വയം കണ്ടെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് മാറിപ്പോയപ്പോഴാണ് അവരവരുടേതായ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്കൊക്കെ കടന്നു. കാരണം അവര് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, എന്തോ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവരൊരു പേഴ്സണൽ ഗ്രോത്തിലേക്കൊക്കെ പോയി. പിന്നെ കുറച്ച് അവരെ തന്നെ അവർ മനസ്സിലാക്കി, അവരുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ 10 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഇവിടെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോലും ഒരു അമിത ഭാരമായിട്ട് തോന്നിയ ഒരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് വളരെ ഒരു ഭാരം ഞാൻ ചുമക്കുകയാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി ട്രോമാസ് എനിക്ക് കിട്ടി, ശരിക്കും ഞാനൊരു വിക്ടിമാണ് എന്ന നിലയിൽ വരെ ചിന്തിച്ചു ഈ ഒരു പേഴ്സൺ. അങ്ങനെ ഒരു ഭാരം തോന്നിയ സമയത്ത് ആ ഒരു സ്ട്രെസ് കൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ അതാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹം ഉണ്ടായിട്ടും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ പേജ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ തോന്നി ഇവർ ഇത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിലും നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്.
അപ്പോൾ ഇവിടെ അവർക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ് ഫീലിങ്സ് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയങ്ങളൊക്കെ ഓർക്കുന്ന സമയത്ത് അവർക്കൊരു കുറ്റബോധമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടൊപ്പം ചിലവഴിച്ചിരുന്ന ആ സന്തോഷകരമായ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അത് അവരുടെ ഹൃദയത്തിൽ ഒരു സ്നേഹവും ഒരു സോഫ്റ്റ് ഫീലിങ്സും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 3 ഓഫ് സോഴ്സ് ഉറപ്പായിട്ടും ഒരു ഹൃദയവേദന, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഹൃദയവേദന രണ്ടാളുകൾക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് പോയത് ഫേസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ച് ഒരു എളുപ്പമായിരുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണും അത് അത്ര എളുപ്പമായിരുന്നില്ല അവർ പ്രതീക്ഷിച്ചതുപോലെ. അത് അവർക്കും അവരുടെ ഒരു ഡിസിഷൻ ആയിരുന്നെങ്കിൽ പോലും അവർക്കും ഈ ഒരു കാര്യം വളരെയധികം വേദന ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹൃദയവേദന രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 6 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവര് ഈ ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളിൽ നിന്നും എല്ലാം മാറി ഒരു ശാന്തമായിട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ജേർണിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയത് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ ഉണ്ടാകാം, നമ്മൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്നുള്ളതാണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ലാസ്റ്റ് വരുന്ന കാർഡ്. അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഡെസ്റ്റിനിയുടെ ഷിഫ്റ്റ് ആണ് എന്നാണ്, ഒരു മാറ്റമാണ് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു ഡെസ്റ്റിനിയിൽ ഒരു വിധി പോലെ നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. ഈ ഒരു സമയത്ത്, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ പേഴ്സണും അതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ഗ്രോത്തിന്റെ ഒരു സമയമായിട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ അവര് നിങ്ങളെ വിട്ടിട്ട് പോയത് ഒരു സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളത് നമുക്ക് തീർത്തും ഇവിടെ എടുത്ത് പറയാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു സ്വന്തം അവർക്കുള്ള കുറെ ഇൻസെക്യൂരിറ്റീസ്, ഫീലിങ്സുകൾ, ഇംബാലൻസുകൾ, ഇമോഷണൽ ഓവർലോഡ്, ഇതൊക്കെ കാരണമാണ് അവര് ഇതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് അവരുടെ ഹൃദയത്തിൽ. പക്ഷെ ഒരു കുറച്ച് സമയമെടുത്ത് ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം, ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ വന്നതിന് ശേഷം തിരികെ നിങ്ങളിലേക്ക് എത്താനായിരിക്കാം അവരുടെ ഒരു പ്ലാനും കാര്യങ്ങളും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഇപ്പൊ അവരൊരു ആക്ഷനും എടുക്കുന്ന ഒരു മൂഡിലല്ല എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് പോസ് ചെയ്ത് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തകളുണ്ട്, പക്ഷെ ഉടൻ ഒരു മൂവ് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രാത്രിയിലൊക്കെ അവരുടെ മനസ്സ് ശാന്തമാക്കി നിർത്താനായിട്ട് അവർക്ക് പറ്റാത്ത അവസരങ്ങളൊക്കെ നമുക്ക് ഓവർ തിങ്കിങ്, എൻ്റെ ഒരു പേഴ്സൺ ആകുമ്പോൾ അങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തത് ഒരു ശരിയായ തീരുമാനമാണോ എന്നൊരു ചോദ്യവും, അതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധവും, നിങ്ങൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു ഗിൽറ്റും, ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷെ പുറത്തേക്ക് കാണിക്കാതെ ഒരു മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അവർ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിന് ശേഷം ഒരു ഇമോഷണൽ എംപ്റ്റിനെസ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, മെച്യൂറായിട്ട് നിന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് പോവോ എന്നുള്ളതിനെ കുറിച്ചും അവർ ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പം അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്, അല്ലെങ്കിൽ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണ് എന്ന് ഇപ്പോഴാണ് അവർ ചെറുതായിട്ട് അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരൊരു സ്ലോലി ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ. ഒരു ബാലൻസ് കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം ഒരു സെൽഫ് ഹീലിങ്ങിലൂടെയൊക്കെ ഒരു പേഴ്സൺ പോട്ടെ, നിങ്ങളൊരു സമയം കൊടുക്കുക, അവർക്ക് ഒരു സമയം കൊടുക്കുക. അവര് ഇനി ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഒട്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കാണാത്ത കാര്യം പറയാനും പറ്റത്തില്ലല്ലോ. ഇവരുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ് വളരെ കൺഫ്യൂസ്ഡ് ആണ്, അതുപോലെ കുറ്റബോധം ഉണ്ട്, ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ശരിക്കും ഒരു ഹീലിംഗ് മൂഡിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫീലിങ്സുകൾ, വികാരങ്ങൾ, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഒന്നും പോയിട്ടില്ല. പക്ഷെ അവരിപ്പോ ഈ ഒരു ഹീലിംഗ് സെക്ഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആക്ഷനും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി അവര് കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു അപ്രോച്ചുമായിട്ട് ഈ ഒരു പേഴ്സൺ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല.
ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറിയോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ചിരിക്കുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ വ്യക്തി വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ ഒരു ആക്ഷൻ ഇല്ല എന്നാണ് കാണുന്നത്. പക്ഷെ ഒരു കോണ്ടാക്റ്റിന് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു സഡൻ ആയിട്ടൊരു കോണ്ടാക്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർ ആദ്യം ഒരു മെന്റലി ഒന്ന് സെറ്റിൽ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ അതൊരു സഡൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് കുറച്ച് സമയം എടുക്കും, കുറച്ച് ഡിലേ ആകും. അപ്പൊ നിങ്ങൾ തന്നെ ശരിക്കും ഫെഡപ്പ് ആകും, ഇനി ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷനോ റീസ്റ്റാർട്ടോ ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കും. എല്ലാം പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരും. ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിലെ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സയൻസ് ഒക്കെ കാണുന്ന ഒരു സമയമായിരിക്കാം. ലൈഫ് ചേഞ്ചസ്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകളായിരിക്കാം. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. 1985 കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒക്കെ കണ്ണുകൾ ഒക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. കണ്ണുകൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1978 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 1995 പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ വീണ്ടും കിട്ടുന്നത്. ഒക്ടോബർ മന്ത്. ലെറ്റർ വി. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എക്സ്. 2001 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്. നമ്പർ 52. നമ്പർ 12. നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. നമ്പർ 41. ലെറ്റർ എസ്. നമ്പർ 1. നെയിൽ പോളിഷ് എന്നോട് ക്രേസ് ഉള്ള വ്യക്തികളോ, നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇടാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1979 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എം. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. എബ്രോഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള വ്യക്തിയായിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും നമുക്ക് വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മലപ്പുറം ജില്ലയുമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകാം ഉള്ള ചാൻസസ് കാണുന്നുണ്ട്. മാർച്ച് മന്താണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.